അങ്ങനെ നമ്മൾ ബേട്ടവലിക്ക് പോവാണ്. ഇവിടുന്ന് ബേട്ടവലിക്ക് 5 കിലോമീറ്റർ ഉള്ള ആജി റോഡൊക്കെ ഉണ്ടോ? എന്ത് നീറ്റ് ആൻഡ് ക്ലീനാ. നോക്ക്, ഒരു കച്ചവടം അരി മാത്രമൊന്നും ഇല്ല. ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ തോടാണെങ്കിലും പുഴയാണെങ്കിലും ഇല്ല, പ്ലാസ്റ്റിക് കുപ്പിയും ചക്കിയും വാങ്ങി തേങ്ങ വലിച്ച് നാശാക്കത്തില്ലേ. ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നും കേട്ടോ. ഹായ്, ഹലോ. നല്ല രീതിക്ക് പ്രിപ്പയർ ആയിട്ടുണ്ട്. കാരണം ഏകദേശം 1.5 മാസമായിട്ട് പ്രിപ്പയർ. കാരണം നമുക്ക് പാളി പോകാൻ പാടില്ലല്ലോ, അല്ലാണ്ട് സാറിന് പട്ടി ചന്തയ്ക്ക് വന്ന് വരാൻ പാടില്ലല്ലോ. അങ്ങനെ ഗുൽമാർഗും സോനമാർഗും വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെഹൽഗാം വളരെ എൻ്റെ ഡിഫറെൻറ്റാണ്. കാരണം ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 28ാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നല്ലോണം വിശന്നുകൊണ്ടാണ് പെഹൽഗാമിലേക്ക് എത്തിയത്. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ ഹോട്ടൽ മുറിയിൽ വെച്ച ശേഷം നമ്മുടെ ആ ഹോട്ടലിൻ്റെ ഓണർ നമുക്കൊരു തട്ടുകട പറഞ്ഞെന്ന്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതും അവിടെ നമ്മൾ വിശാലിക്കല്ല കേട്ടോ, നിസാർക്കനെ പരിചയപ്പെട്ടതും അങ്ങനെ നിസാർക്ക ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതും അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടാതെ നമുക്ക് നല്ല കിടിലം പോലത്തെ നല്ല 2 ബ്രെഡ് ഓംലേറ്റും ചായയും മാഗിയും തന്ന്. അങ്ങനെ നമ്മൾ അവിടുത്തെ ബ്രെഡ് ഓംലേറ്റും കാര്യങ്ങളൊക്കെ തിന്ന ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം പുള്ളി പറഞ്ഞ്, നിങ്ങൾ ആദ്യമായിട്ടല്ലേ പെഹൽഗാമിലേക്ക് വരുന്നത്, അതുകൊണ്ട് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ബേട്ട വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേട്ട വാലിയിലെ വഴികളിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ബേട്ടവലിക്ക് പോവാണ്. ഇവിടുന്ന് ബേട്ടവലിക്ക് 5 കിലോമീറ്റർ ഉള്ള ആജി. അങ്ങനെ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ബേട്ട വാലിയിലേക്കാണ് കേട്ടോ. ഏത് വിഷയോ, പൊളി വ്യൂ. ഹായ്, ഇവിടുത്തെ ആൾക്കാർ നല്ല തോന്നുട്ടാ. ഒറ്റയ്ക്ക് നമുക്ക് എന്ത് മൂഡ്, നല്ല പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് വൈബ് നടക്കാം. പ്രോപ്പർ പെഹൽഗാമിന്ന് ബേട്ട വാലിയിലേക്ക് ഏകദേശം 5 കിലോമീറ്ററിന് അടുത്തുണ്ട് കേട്ടോ. കൂടാതെ സമയം ഇപ്പോൾ 2:10 ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേറെ ടാർഗറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ പയ്യെ ബേട്ട വാലിയിലേക്ക് പോയ ശേഷം അവിടെ ഫുൾ കറങ്ങി തിരിഞ്ഞ് പയ്യെ വന്നാൽ മതി. ശരി തോന്നിയുള്ള കാര്യം വെച്ചാൽ പെഹൽഗാം വേറെ തന്നെ ഭംഗിയാണ് കേട്ടോ. കാരണം ഇവിടെ അകത്ത് മഞ്ഞ് ഇല്ലാന്നല്ല, പക്ഷെ വളരെ കുറവാണ്. മലയിലെ മേലൊക്കെ വെച്ചാൽ ഫുൾ പച്ചപ്പും കാര്യങ്ങളും വന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഉച്ചയാണെങ്കിൽ തണുപ്പിന് കുറവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കെ നമ്മൾ ജസ്റ്റ് റോഡൊന്ന് ക്രോസ് ചെയ്തപ്പോൾ അവിടെ ഒരു തോട് കണ്ടിട്ടോ. തോടൊക്കെ ഉണ്ടോ? എന്ത് നീറ്റ് ആൻഡ് ക്ലീനാ. നോക്ക്, ഒരു കച്ചവടം അരി മാത്രമൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ, ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല, നമ്മുടെ നാട്ടിലൊക്കെ ആണ് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ തോടാണെങ്കിലും പുഴയാണെങ്കിലും ഇല്ല, പ്ലാസ്റ്റിക് കുപ്പിയും ചക്കിയും വാങ്ങി തേങ്ങ വലിച്ച് നാശാക്കത്തില്ലേ. ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നും കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഭംഗി. जी बेटा वाली में कैसे जाएगा? बेटा वाली सीधे ठीक है, थैंक यू जी. बेटा वाली ले पहलगाम കുറേ ടാക്സികൾ വരുന്നുണ്ടോ? നടക്കന്നെ ശരി, നല്ല വൈബ് ഉണ്ട് നടക്കേ. മറ്റൊരു ഗുൽമാർഗിലാണെങ്കിലും സോനമാർഗിലാണെങ്കിലും ഇതിനെ പോനി കേട്ടോ ഹിന്ദി പറയാ. പോനി ഇതിനെ കണ്ടില്ല, അത് കുതിരകളെ ഇതിനെ കണ്ടിട്ടില്ല. കാരണം അവിടെയൊക്കെ വെച്ചാൽ ഒടുക്ക തണുപ്പായിരുന്നു. പക്ഷേ ഇവിടെ നോർമൽ ക്ലൈമറ്റ് ആണ്. ശരിക്കും ഇത് ഗ്രാമപ്രദേശം, പക്ക ഒരു ഗ്രാമപ്രദേശം കേട്ടോ ഈ പെഹൽഗാം. അപ്പോൾ ഇവിടെ നിന്ന് തണുപ്പല്ല, മഞ്ഞ് കുറവാണ്. അതുകൊണ്ട് ഇവിടെ കുറേ കുതിരക്കുട്ടന്മാരൊക്കെ ഉണ്ട്. പിന്നെ വഴി നീളം മൊത്തം നമ്മുടെ നാട്ടിലൊക്കെ പശുവും ചാണകമൊക്കെ ആണെങ്കിൽ
ഇവിടെ വഴിനീളം മൊത്തം കുതിരച്ചാണകമാണ്. ആരെയൊക്കെ ഉള്ളിടത്ത് അതൊക്കെ നടക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവട്ടെ, ആരൊക്കെ ഉണ്ടാവട്ടെ. പക്ഷെ നമുക്ക് ഈ ഒരു യൗവനത്തിൽ കിട്ടുന്ന ഒരു ആരോഗ്യമില്ലേ, യൗവനെന്നല്ല എന്താ പറയണ്ടപ്പോ, ഇപ്പൊ കിട്ടുന്ന ആരോഗ്യം പിന്നീട് എനിക്ക് കിട്ടണമെന്ന് തോന്നുന്നില്ല. ഹലോ അജാബ്, ചേട്ടാ ഹായ്, ഹലോ. കണ്ട കുതിര ലാടം കണ്ടിട്ടില്ലേ, കുടു 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 കുടു. ഞാനേ കാശ്മീരേക്ക് വരുന്നതിന് മുമ്പേ ഒറ്റക്കാലം വരുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള ട്രിപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ട്രിപ്പിലാണെങ്കിൽ റൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അരുണാട്ടനായിരുന്നു. പുള്ളിക്ക് ഫുള്ള് വിട്ടുകൊടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ പുള്ളിയാണ് ഫുള്ള് നോക്കിയത്. അപ്പോൾ പ്രിപ്പറേഷൻ കാര്യങ്ങളും എൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു ട്രാവൽ തുടർന്ന് മുന്നേറ്റ് നന്നായി എന്ത് കാണേ, ഈ യാത്ര തുടങ്ങുന്നതിന് മുന്നേറ്റ് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്നു കേട്ടോ, നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ഏകദേശം 1.5 മാസമായിട്ട് പ്രിപ്പയർ ചെയ്യും. കാരണം നമുക്ക് പാളി പോകാൻ പാടില്ലല്ലോ, അല്ലാണ്ട് കാരണം പട്ടി ചന്തയ്ക്ക് വന്ന് വരാൻ പാടില്ലല്ലോ. അങ്ങനെ പ്രിപ്പറേഷൻ കാര്യങ്ങളും കഴിഞ്ഞ് അപ്പോൾ മറ്റ് ടീമിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ചെറിയൊരു മാറ്റം വരുത്തിയത്. കാരണം അവർക്ക് വേണ്ടി എൻ്റെ പ്ലാൻ പെൽഗാമിലേക്ക് വന്ന് റിട്ടേൺ അടിക്കേണ്ട ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ കുറച്ച് നിൽക്കാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അസ്ലം മോയമില്ലേ, പുള്ളിക്കാരൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാം അധികം പരിചയം ഉണ്ടാവും അസ്ലം മോയമിനെ. ആ പുള്ളിക്കാരൻ്റെ വീഡിയോ കുറേ കണ്ടിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ യാത്ര എവിടുന്ന് ശ്രീനഗറിൽ തുടങ്ങി പെൽഗാമിൽ അവസാനിപ്പിക്കുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ കുറേ ഭംഗി ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് കുറച്ചൊക്കെ പിടി കിട്ടി. കാരണം ഗുൽമാർഗും സോനമാർഗും വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെൽഗാം വളരെ എൻ്റെ ഡിഫറെൻറ്റാണ്. കാരണം മരത്തിൻ്റെ വയസ്സ് നോക്കുകയാണെങ്കിലും നദികളാണെങ്കിലും പിന്നെ ടെമ്പറേച്ചർ വൈസ് ആണെങ്കിലും പെൽഗാം നല്ല ഡിഫറൻസാണ്. അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് നമ്മളിവിടെ എത്തിയിട്ടേ ഉള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പിന്നെ നടക്കാം, നല്ല മുണ്ട് നടക്കാം കേട്ടോ. നല്ല തണുപ്പുണ്ട്, കയറ്റാണ്, കിതപ്പൊക്കെ ഉണ്ട്, എന്നാലും വിഷയമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം 1.5 കിലോമീറ്ററോളം താണ്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ദൂരം കൂടെ നമുക്ക് നടന്ന് തീർക്കാം, നടക്കാം. മറ്റേ താഴത്തെ ടാക്സിക്കാരനൊക്കെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ 1500 രൂപയ്ക്കാണ് പറയുന്നത്. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു കേട്ടോ. ചന്ദ്രൻപാരി 14 കിലോമീറ്റർ, ശേഷം 26 കിലോമീറ്റർ, ഹോളി കേവ്.